ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് ഒരു അടിപൊളി ഫിഷ് മോളി ഉണ്ടാക്കാം. ഫിഷ് മോളി എന്ന് പറയുമ്പോൾ വളരെ സിമ്പിളായിട്ടുള്ളൊരു കറിയാണ്, എന്നാൽ നല്ല റിച്ച് ആയിട്ടുള്ളൊരു കറിയാണ്. ഇത് ചോറിന്, അപ്പത്തിന്, ഇടിയപ്പത്തിന് ഒക്കെ നന്നായിട്ട് യോജിക്കുന്ന ഒരു നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണിത്. ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. സാൽമൺ 500 മില്ലിഗ്രാം, മഞ്ഞൾപ്പൊടി, ഉപ്പ്, കുരുമുളക് പൊടി, വെളിച്ചെണ്ണ, കടുക്, സവാള, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറുവപ്പട്ടയുടെ സ്റ്റിക്ക്, കറിവേപ്പില, കശുവണ്ടി, മല്ലിപ്പൊടി, ഉലുവപ്പൊടി, ഏലക്ക, പിന്നെ തേങ്ങാപ്പാൽ അല്ലെങ്കിൽ തേങ്ങയുടെ ക്രീം. മീൻ ആദ്യം കഷ്ണങ്ങളാക്കി വൃത്തിയാക്കി എടുത്തിട്ട് അത് മാരിനേറ്റ് ചെയ്യണം. മാരിനേറ്റ് ചെയ്യാനായിട്ട് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഉപ്പ്, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ 2 ടീസ്പൂൺ വെളിച്ചെണ്ണ. ഇത്രയും സാധനങ്ങളാണ് ചേർക്കേണ്ടത്. കുരുമുളക് പൊടി പൊടിച്ചതോ അല്ലെങ്കിൽ വെറുതെ ക്രഷ് ചെയ്തെടുത്തതായാലും കുഴപ്പമില്ല. ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മീൻ കഷ്ണങ്ങളിലേക്ക് തിരുമ്മി പിടിപ്പിക്കണം. മീൻ സാൽമൺ അല്ലെങ്കിൽ ഏതെങ്കിലും നല്ല ഫ്ലഷുള്ള ഏതെങ്കിലും മീൻ എടുത്താലും മതി. അത് കുറച്ച് വലിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കുന്നതാണ് നല്ലത്. ഇനി ഈ പൊടിയെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് ഈ മീനിലേക്ക് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക. വെളിച്ചെണ്ണയും ഈ പൊടികളും എല്ലാം കൂടെ ചേർന്ന് നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചതിന് ശേഷം ഇതൊരു അരമണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെക്കുക. അപ്പോൾ ഇതിലേക്ക് ഉപ്പും കുരുമുളകും എല്ലാം കൂടെ നന്നായിട്ട് മീനിൻ്റെ കഷ്ണങ്ങളിലേക്ക് പിടിക്കും. ഇതിന് നമുക്ക് അരമണിക്കൂർ ഫ്രിഡ്ജിൽ വയ്ക്കാം. മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മീൻ കഷ്ണങ്ങൾ നമ്മളൊന്ന് ചെറുതായിട്ട് വറുത്തെടുക്കണം ആദ്യം. അതിനായിട്ട് പാൻ വെച്ചിട്ട് ഞാൻ അതിലേക്ക് വെളിച്ചെണ്ണ ചേർത്തു. 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്തിട്ടുണ്ട്. അതിലേക്ക് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത മീനിൻ്റെ കഷ്ണങ്ങൾ ഇടുക. ചെറിയ തീയിൽ വറുത്താൽ മതി. അത് കരിഞ്ഞു പോകരുത്. വളരെ ലൈറ്റായിട്ട് വറുത്താൽ മതി. ഒരുപാട് ഡ്രൈ ആക്കരുത്. ജസ്റ്റ് ഒന്ന് വെന്ത് കിട്ടേണ്ട ആവശ്യമേ ഉള്ളൂ ഇതിനകത്ത്. അങ്ങനെ കഷ്ണങ്ങളെല്ലാം കൂടെ പാനിലേക്ക് വെക്കുക. എന്നിട്ട് ചെറുതായിട്ട് ചെറിയ തീയിൽ വറുക്കുക. ഒരുപാട് എണ്ണയുടെ ആവശ്യമില്ല. നമ്മൾ ഷാലോ ഫ്രൈ ആണ് ചെയ്യുന്നത്, അതുകൊണ്ട് കുറച്ച് എണ്ണ ആവശ്യമുള്ളൂ. ഇത് ചെറുതായിട്ട് ഒരു സൈഡ് ചെറുതായിട്ടൊന്ന് ബ്രൗൺ ആകാൻ തുടങ്ങുമ്പോഴേക്കും നമുക്ക് അതൊന്ന് മറിച്ചിടേണ്ട ആവശ്യമുണ്ട്. ഒരുപാട് ഫ്രൈ ആയി പോകരുത്, പ്രത്യേകം ശ്രദ്ധിച്ചോണം. ജസ്റ്റ് വെന്ത് കിട്ടേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഒരു സൈഡ് ബ്രൗൺ ആകാൻ തുടങ്ങുന്നുണ്ടോ എന്നൊന്ന് നോക്കുക. എന്നിട്ട് ബ്രൗൺ ആയി തുടങ്ങിക്കഴിഞ്ഞാൽ അപ്പം തന്നെ നമുക്കിത് മറിച്ചിടണം. എല്ലാ പീസുകളും ഒന്ന് ടേൺ ചെയ്യുക. ഇപ്പോൾ ടേൺ ചെയ്യുമ്പോൾ പീസുകൾ ഒടിഞ്ഞു പോകാതെ സൂക്ഷിക്കണം. ഇതിപ്പോൾ വെന്തിരിക്കുന്ന സ്റ്റേജ് ആയതുകൊണ്ട് പെട്ടെന്ന് ചിലപ്പോൾ അത് ഒടിഞ്ഞു പോകും. അതുകൊണ്ട് കഷ്ണങ്ങൾ ഒടിയാതെ സൂക്ഷിച്ച് വേണം മറിച്ചിടാനായിട്ട്. ഇങ്ങനെ മറിച്ചിട്ടിട്ട് ആ വശം കൂടെ ഒന്ന് ലൈറ്റായിട്ട് വറുത്തെടുക്കുക. ഒരുപാട് സമയമൊന്നും വെക്കേണ്ട ആവശ്യമില്ല. വളരെ കുറച്ച് സമയം വെച്ചാൽ മതി. അപ്പോഴേക്കും പെട്ടെന്ന് അത് വെന്ത് കിട്ടും. ഇപ്പോൾ നമുക്കിനി ഇത് എടുത്ത് പാത്രത്തിലേക്ക് മാറ്റാം. 2 വശവും ചെറുതായിട്ടൊന്ന് ഫ്രൈ ആയിട്ടുണ്ട്, നന്നായിട്ട് വെന്തിട്ടുമുണ്ട്. ഇനി നമുക്കിതെല്ലാം വേറൊരു പാത്രത്തിലേക്ക് എടുത്ത് മാറ്റാം. കഷ്ണങ്ങളൊക്കെ നമ്മളൊരു പാത്രത്തിലേക്ക് എടുത്ത് മാറ്റിയിട്ട് ഈ പാൻ തന്നെയാണ് നമ്മൾ വീണ്ടും കറി ഉണ്ടാക്കുവാനായിട്ട് ഉപയോഗിക്കുന്നത്. ഇതിൽ കിടക്കുന്ന എണ്ണ നമ്മൾ കളയുന്നില്ല. ആ എണ്ണയിൽ മീനിൻ്റെ ഫ്ലേവർ എല്ലാം നന്നായിട്ട് ചേർന്നിട്ടുണ്ട്. കുരുമുളകും ഉപ്പും മഞ്ഞളും എല്ലാം ചേർന്ന് നല്ലൊരു ഫ്ലേവർ ആ പാനിലുണ്ട്. ആ എണ്ണ നമ്മൾ കളയാതെ അതിലേക്ക് തന്നെ നമ്മൾ കടുക് പൊട്ടിക്കുകയാണ്. അതിൽ കടുക് പൊട്ടിച്ചതിന് ശേഷം അതിലേക്ക് തന്നെ നമ്മൾ ഈ എണ്ണയിലേക്ക് തന്നെ ഉള്ളി ഇടാൻ പോവാണ്. മീനിൻ്റെ ഫ്ലേവറുള്ള ഈ എണ്ണയിൽ തന്നെയാണ് നമ്മൾ ഉള്ളിയും ബാക്കി സാധനങ്ങളെല്ലാം നമ്മൾ വഴറ്റിയെടുക്കാൻ പോകുന്നത്. ഉള്ളി ചേർത്തു. ഇനി അതിനകത്ത് നന്നായിട്ട് അതൊന്ന് ഇളക്കി ഒന്ന് മിക്സ് ചെയ്യാം. ഉള്ളി ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തു. അതിനുശേഷം നമ്മൾ അതിലേക്ക് 1 ടീസ്പൂൺ വെളുത്തുള്ളി പേസ്റ്റ് ചേർത്തു. വെളുത്തുള്ളി പേസ്റ്റോ അല്ലെങ്കിൽ ചതച്ചിട്ടാലും കുഴപ്പമില്ല. എന്നിട്ട് 1 ടീസ്പൂൺ ഇഞ്ചിയും ചേർത്തു. ഇഞ്ചി അതുപോലെ തന്നെ ചതച്ചോ അല്ലെങ്കിൽ പേസ്റ്റ് ആക്കിയോ ചേർക്കാം. എന്നിട്ട് അതെല്ലാം കൂടെ ഉള്ളിയുമായിട്ട് മിക്സാക്കി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇഞ്ചിയും വെളുത്തുള്ളിയും ഉള്ളിയും ഒന്ന് നന്നായി വഴന്നതിന് ശേഷം അതിലേക്ക് നമ്മൾ ബാക്കി സാധനങ്ങളും കൂടെ ചേർക്കാൻ പോവാണ്. ഇനി നമ്മൾ അതിലേക്ക് ചേർക്കേണ്ടത് കറുവപ്പട്ടയുടെ 2 ചെറിയ പീസുകളാണ്.
കറുവപ്പട്ടയുടെ പീസുകൾ ചേർത്തു. ഇനി നമുക്ക് ഏലക്ക ചേർക്കാം. ഏലക്ക ഞാൻ ചെറുതായിട്ടൊന്ന് ചതച്ചിട്ടിട്ടുണ്ട്. അതിൻ്റെ ഫ്ലേവർ നന്നായിട്ട് പുറത്തേക്ക് വരാൻ വേണ്ടിയിട്ട് ഒന്ന് ചെറുതായിട്ട് ചതച്ചിട്ടുണ്ട്. അതിലേക്ക് പച്ചമുളക് ചേർത്തു. പച്ചമുളക് ഞാൻ 3 വലിയ പച്ചമുളക് ചേർത്തിട്ടുണ്ട്. എരിവിന് താല്പര്യം അനുസരിച്ചിട്ട് മുളക് കൂടുതലോ കുറവോ ചേർക്കാൻ കുഴപ്പമില്ല. ഇനി അതിലേക്ക് ബാക്കി സാധനങ്ങളും കൂടെ ചേർക്കാം നമുക്ക്. ഇനി കറിവേപ്പില ചേർക്കാം. കറിവേപ്പില ചേർത്തു. എന്നിട്ട് ഇനി കാഷ്നട്ട് ചേർക്കുകയാണ്. കാഷ്നട്ട് നമ്മുടെ താല്പര്യം പോലെ ചേർക്കാം കേട്ടോ. ഇനി ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇനി ആ ഗ്രേവിക്ക് വേണ്ടിയിട്ട് ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർക്കുകയാണ്. മീനിൽ ഓൾറെഡി ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇപ്പോൾ ഇത് ഗ്രേവിക്ക് വേണ്ടിയിട്ടുള്ളൊരു കുറച്ച് ഉപ്പ് കൂടെ ചേർത്തു. ഇതിന് വഴറ്റാനായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഒരു കുറച്ച് എണ്ണയും കൂടെ ചേർക്കാവുന്നതാണ്. ഞാനൊരു 1 ടേബിൾ സ്പൂൺ എണ്ണയും കൂടെ ചേർക്കുകയാണ്. വെളിച്ചെണ്ണയാണ്. എന്നിട്ട് ഇതെല്ലാം കൂടെ വീണ്ടും നന്നായിട്ടൊന്ന് വഴറ്റുക. ഇപ്പോൾ ആ മീനിൻ്റെ നല്ല ഫ്ലേവറുള്ള ആ വെളിച്ചെണ്ണയിൽ കിടന്ന് ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി എല്ലാം കൂടെ ചേർന്നിട്ട് കറിവേപ്പില എല്ലാം ചേർന്നിട്ടുള്ള നല്ലൊരു മണം എല്ലാം ഇപ്പോൾ വരുന്നുണ്ട്. ഉള്ളി നന്നായിട്ട് വെന്ത് ഒരു നല്ല ഗോൾഡൻ ബ്രൗൺ ഒക്കെ ആകാൻ തുടങ്ങുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് പൊടികളും കൂടെ ചേർക്കാനുണ്ട്. അതുവരെ കുറച്ച് സമയം കൂടി ഒന്ന് നന്നായിട്ട് വഴറ്റുക. ഉള്ളി ചെറുതായിട്ട് ചുമന്ന് തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ. പക്ഷേ കുറച്ചുകൂടെ വഴറ്റേണ്ട ആവശ്യമുണ്ട്. ഇപ്പോൾ കുറച്ചുകൂടെ നല്ല ചുമന്ന കളറൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് ഉള്ളിൽ. അപ്പോൾ നമ്മൾ ഈ ഉള്ളിയിലേക്ക് ഇനി 1 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്തു. എന്നിട്ട് ഒരു 1/4 ടീസ്പൂൺ ഉലുവയുടെ പൊടിയും കൂടെ ചേർത്തു. ഇനി ഇത് രണ്ടും കൂടെ ചേർത്ത് ഒന്നുകൂടെ ഉള്ളിൽ നന്നായിട്ടൊന്ന് മിക്സാക്കുക. നന്നായിട്ട് യോജിച്ചിട്ടുണ്ട് ഇപ്പോൾ ഉള്ളിൽ. ഇതെല്ലാം ചെറിയ തീയിൽ തന്നെ ചെയ്താൽ മതി. ചൂട് ഒരുപാട് കൂടിപ്പോകരുത്. ഇതിപ്പോൾ എല്ലാം നന്നായിട്ട് യോജിച്ചിട്ടുണ്ട്. ഇനി ഞാൻ അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർക്കുകയാണ്. ആ ഗ്രേവിക്ക് കുറച്ചുകൂടെ നല്ലൊരു മഞ്ഞ കളർ കിട്ടാൻ വേണ്ടിയിട്ട് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തു. എന്നിട്ട് അതും കൂടെ അതിലേക്ക് യോജിപ്പിച്ചു. ഇപ്പോൾ ഉള്ളി മിക്സ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ തേങ്ങാപ്പാൽ ചേർക്കുകയാണ്. തേങ്ങാപ്പാൽ അല്ലെങ്കിൽ ഞാൻ കോക്കനട്ട് ക്രീമാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. ക്രീം ആകുമ്പോൾ അത് കുറച്ചുകൂടെ തിക്കായിരിക്കും. അപ്പോൾ ചിലപ്പോൾ വെള്ളം ചേർക്കേണ്ടി വരും. തേങ്ങാപ്പാലാണെങ്കിൽ കുറച്ച് ലൂസാണ്. അപ്പോൾ നിങ്ങളുടെ താല്പര്യം പോലെ ചേർക്കാം. ഇപ്പോൾ ക്രീം ഞാൻ ചേർത്തിട്ട് അത് നന്നായിട്ട് ഉള്ളിയായിട്ടൊന്ന് മിക്സ് ചെയ്ത് അത് ചെറുതായിട്ടൊന്ന് തിളയ്ക്കാൻ വെക്കണം. അത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. അപ്പോൾ ആ ക്രീമെല്ലാം ഉള്ളിയായിട്ട് യോജിച്ച് ആ ഗ്രേവിക്ക് നല്ലൊരു മഞ്ഞ കളറ് എല്ലാം വരും. ഇപ്പോൾ ചെറുതായിട്ട് തിളച്ച് തുടങ്ങി. പക്ഷേ അത് ക്രീം നല്ല തിക്കായതുകൊണ്ട് ഞാൻ കുറച്ച് വെള്ളം ചേർത്തിട്ടുണ്ട്. തേങ്ങാപ്പാൽ വാങ്ങിച്ചതോ അല്ലെങ്കിൽ തേങ്ങ പിഴിഞ്ഞെടുത്ത് പാൽ ചേർക്കുകയോ എങ്ങനെയാണെങ്കിലും നിങ്ങളുടെ താല്പര്യം പോലെ ചെയ്യാം. ഞാൻ വാങ്ങിച്ച കോക്കനട്ട് ക്രീമാണ് ചേർത്തിരിക്കുന്നത്. ഇനി ഈ സമയത്ത് ഉപ്പും കൂടി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ ചേർക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് നമ്മുടെ വറുത്ത് വെച്ചിരിക്കുന്ന മീനിൻ്റെ കഷ്ണങ്ങൾ ഇടാം. മീനിൻ്റെ കഷ്ണങ്ങൾ ഓരോന്നോരോന്നായിട്ട് ഒടിഞ്ഞു പോകാതെ ഈ തയ്യാറാക്കിയ ഗ്രേവിയിലേക്ക് നമ്മൾ ചേർക്കുകയാണ്. മീനിൻ്റെ കഷ്ണങ്ങൾ ഓൾറെഡി നന്നായിട്ട് വെന്തതാണ്. അതുകൊണ്ട് ഗ്രേവിയിൽ കിടന്ന് ഇനി വേവിക്കേണ്ട ആവശ്യമില്ല. ഈ ഗ്രേവിയിൽ ഇതെല്ലാം ചേർത്തിട്ട് ജസ്റ്റ് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കേണ്ട ആവശ്യമുള്ളൂ. ഈ ഗ്രേവി ഇപ്പോൾ ഒരു മീഡിയം തിക്നെസ്സിലാണ് ഇരിക്കുന്നത്. ഒരുപാട് ലൂസല്ല, എന്നാൽ ഒരുപാട് തിക്കല്ല. അപ്പത്തിനൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു കറക്റ്റ് കൺസിസ്റ്റൻസിയാണിത്. എന്നാലും അവരവരുടെ താല്പര്യം പോലെ ചെയ്യാം. അപ്പോൾ എല്ലാ പീസുകളും ചേർത്ത് ഇനി ഈ പീസ് ജസ്റ്റ് ഈ ഗ്രേവിയിൽ ഒന്ന് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇളക്കി കഷ്ണങ്ങൾ ഒടിച്ച് കളയരുത്. വളരെ പതുക്കെ ഗ്രേവി ആയിട്ടൊന്ന് മിക്സ് ചെയ്താൽ മാത്രം മതി. ഇങ്ങനെ ചെറുതായിട്ട് അതിൻ്റെ പുറത്തൂടെ ഒന്ന് കോരി ഒഴിച്ച് ആ മീൻ കഷ്ണങ്ങൾ ആ ഗ്രേവിയിലൊന്ന് മുങ്ങിക്കിടന്നാൽ മാത്രം മതി. എന്നിട്ട് ഇപ്പോൾ തന്നെ ഓൾറെഡി ഇത് തിളച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ആ ഇത്രയും തിളയ്ക്കേണ്ട ആവശ്യമുള്ളൂ. ഇനി ഒരുപാട് തിളയ്ക്കേണ്ട ആവശ്യമില്ല. ഇനി നമുക്കത് തീയിൽ നിന്ന് മാറ്റാം. അങ്ങനെ അടിപൊളി ഫിഷ് മോളി റെഡി ആയിട്ടുണ്ട്. അപ്പത്തിനും ചോറിനും ഇടിയപ്പത്തിനും ഒക്കെ സ്യൂട്ടബിളായിട്ടുള്ള ഒരു കറിയാണിത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം. പിന്നെ എല്ലാവർക്കും ഷെയർ ചെയ്യണം. താങ്ക് യു.